ഒരു രാജ്യത്ത് വിചിത്രമായ ഒരു നിയമമുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും അവിടെ രാജാവാകാം, പക്ഷേ കേവലം 5 വർഷത്തേക്ക് മാത്രം. ഭരണകാലം കഴിഞ്ഞാൽ രാജാവിനെ അവർ കാട്ടിലേക്ക് അയക്കും. അവിടെ വെച്ച് അയാൾ വന്യമൃഗങ്ങൾക്ക് ഇരയായിത്തീരും. ധാരാളം ആളുകൾ അവിടെ രാജാവായിരുന്നു. എല്ലാവരും അവരുടെ ഭരണകാലത്ത് ആഘോഷത്തിലും ആഡംബരത്തിലും ജീവിച്ചു. എന്നാൽ ഭരണം കഴിയുമ്പോൾ അവർ കരഞ്ഞും വിലപിച്ചും കാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ അതിബുദ്ധിമാനായൊരു മനുഷ്യൻ രാജാവായി. അയാൾ ഇങ്ങനെ ചിന്തിച്ചു, 5 വർഷം വേഗത്തിൽ കടന്നു പോകും. ഇപ്പോൾ തന്നെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചാൽ എനിക്ക് രക്ഷപ്പെടാം. രാജാവായതിനാൽ എല്ലാം അയാളുടെ നിയന്ത്രണത്തിലായിരുന്നു. ആദ്യ വർഷം അയാൾ വേട്ടക്കാരെ കാട്ടിലേക്ക് അയച്ച് വന്യമൃഗങ്ങളെ വകവരുത്തി. 2-ാം വർഷം മരം വെട്ടുകാരെ അയച്ച് കാട് വെട്ടി വൃത്തിയാക്കി. 3-ാം വർഷം കർഷകരെ അയച്ച് കൃഷി ആരംഭിച്ചു. 4-ാം വർഷം വീടുകളും കൊട്ടാരങ്ങളും പണിതീർത്തു. 5-ാം വർഷമായപ്പോഴേക്കും ആ കാട് മനോഹരമായ ഒരു നഗരമായി തീർന്നു. തൻ്റെ ഭരണം അവസാനിപ്പിച്ച് രാജാവ് പിൻവാങ്ങുമ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ഇയാൾ എന്തുകൊണ്ടാണ് കരയാത്തത്? ഇത്രമേൽ സന്തോഷിക്കാൻ കാരണമെന്താണ്? കാരണം മറ്റുള്ളവർ മരണം കണ്ടെടുത്ത് അയാൾ തൻ്റെ ഭാവിയിലെ രാജ്യം കണ്ടു. ഒടുവിൽ അയാൾ അവിടെ പോയി രാജാവിനെ പോലെ ജീവിച്ചു. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് സമയമുള്ളപ്പോൾ അതിനെ സുഖലോലുപതയിൽ മുഴുകി പാഴാക്കാതെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമ്മൾ സമയം ശരിയായി ഉപയോഗിച്ചാൽ പിന്നീട് നമ്മുടെ ജീവിതം ഭംഗിയുള്ളതായിത്തീരും. എന്നാൽ നമ്മൾ സമയം പാഴാക്കി കളഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കും. സമയം നമ്മുടേതാണ്, ജീവിതം നമ്മുടേതാണ്, തീരുമാനവും നമ്മുടേതാണ്.